أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين وفعلت فعلتك التي فعلت وأنت من الكافرين. قال فعلتها إذا وأنا من الضالين ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. وتلك نعمة تمنها علي أن عبدت بني إسرائيل. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1232 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുറായിലെ 18 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين وفعلت فعلتك التي فعلت وأنت من الكافرين. قال فعلتها إذا وأنا من الضالين ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. وتلك نعمة تمنها علي أن عبدت بني إسرائيل. സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ശുറായിലെ 18 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ശുറാന്റെ തുടക്കത്തിൽ അതിന്റെ ആമുഖമായിട്ടുള്ള ഒരു വിവരണമാണ് നമ്മൾ പിന്നിട്ടത്. അതിനെ തുടർന്ന് ചരിത്രത്തിലെ ചില സാക്ഷ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ, അത്തരം ചെറുത്തുനിൽപ്പുകളും എതിർപ്പുകളും ഒക്കെ അല്ലാഹുവിന്റെ സന്ദേശവുമായി കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം നിഷേധവും നന്ദികെട്ട നിലപാടുകളും ഒക്കെ തന്നെ പലപ്പോഴും പ്രവാചകന്മാർ അഭിമുഖീകരിച്ച് തന്നെയാണ് എന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. മൂസാ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ച് അക്രമത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആ സമൂഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമാക്കി പറയുന്നത് ഫിറഔന്റെ സമൂഹത്തിലേക്ക്. അവരോട് തഖ്വയുടെ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാവുന്നില്ലേ എന്ന് ചോദിക്കാനാണ് മൂസാ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചയക്കുന്നത്. അവരുടെ അടുക്കലേക്ക് ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോകാൻ മൂസാ അലൈഹിസ്സലാം വൈമനസ്യം കാണിക്കുകയാണ് തുടക്കത്തിൽ. അവരെന്നെ കളവാക്കി കളയും എന്നാണ്
എന്നെ നിഷേധിക്കും എന്നാണ് മൂസ അലൈഹിസ്സലാം തുടക്കത്തിൽ പറയുന്നത്. എനിക്ക് വളരെ കൂടിയ വിധത്തിലുള്ള നെഞ്ചെടുക്കം അനുഭവപ്പെടുകയാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല. എന്റെ നാവ് ചലനമില്ലാതായിരിക്കുന്നു. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പകരം ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നീ ഹാറൂനെ ചുമതലപ്പെടുത്തിയാലും എന്നാണ് മൂസ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, എനിക്കെതിരെ ഉന്നയിക്കാനായിട്ട് അവരുടെ കയ്യിൽ എനിക്കെതിരെയുള്ള ഒരു കുറ്റാരോപണമുണ്ട്. എന്നെ അവർ പിടികൂടിയിട്ട് കൊന്നുകളയുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു കുറ്റാരോപണം, ഒരു ചാർജ് ഷീറ്റ് നിലനിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് പ്രതികരണം എന്ന നിലക്ക് പറയുന്നത് കല്ല, അങ്ങനെയല്ല, നിന്റെ കണക്കുകൂട്ടൽ പോലെയല്ല, കാര്യങ്ങൾ അങ്ങനെയല്ല ഡെവലപ്പ് ചെയ്യുന്നത്, നിന്നെ തന്നെയാണ് ഈ ചുമതല ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തുടർന്ന് പറയുന്ന കാര്യത്തില് ഫദ്ഹബ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് നിങ്ങൾ ഇരുവരും പോകണം. ഇന്നാ മഅക്കും മുസ്തമിഊൻ, കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം കേട്ട് മനസ്സിലാക്കുന്നവരായിട്ട് നാം ഉണ്ട് നിങ്ങളോടൊപ്പം. അതുകൊണ്ട് നിങ്ങൾ ഫറോവയുടെ അടുക്കലേക്ക് ചെല്ലണം. ഫിറഔന ഫഖൂല, ഫറോവയുടെ അടുക്കലേക്ക് ഇരുവരും ചെന്നിട്ട് പറയണം, ഇന്ന റസൂലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥന്റെ ദൂതനാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്താണ് എന്നതുകൂടി വ്യക്തമാക്കണം. അർസിൽ മാന ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ, ഇസ്രായേൽ വംശജരെ ഞങ്ങളോടൊപ്പം നീ വിട്ടയക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഫറോവയോടും കൂട്ടരോടും പറയാൻ വേണ്ടിയാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം വ്യക്തമാക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭാഷണം ചെയ്യണം. പോയിട്ട് ഫിറഔനുമായിട്ട്, ഫിറഔൻ പ്രഭൃതികളുടെ ആ സമൂഹത്തിലേക്ക് ചെന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യം ഉന്നയിക്കണം എന്നാണ് ഇരുവരും ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് അവര് ഫിറഔന്റെ അടുക്കലേക്ക്, ഫിറഔനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ സാന്നിധ്യത്തില് അവരോട് കാര്യങ്ങള് വെട്ടി തുറന്ന് പറയാൻ വേണ്ടി മുതിർന്നു. അങ്ങനെ ഒരു സംസാരം നടന്നു എന്ന കാര്യമൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അതൊക്കെ സംഭവിച്ചു എന്ന വിധത്തില് ബാക്കി കാര്യമാണ് തുടർന്ന് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അത്യപൂർവമായ ഒരു ശൈലി എന്ന് തന്നെ വേണം ഇതിനെ കരുതാൻ. മനുഷ്യരചനയുടെ ഒരു രീതിയല്ല ഇത്. മനുഷ്യന്റെ രചനയാണെങ്കിൽ തുടർന്നുണ്ടായ കാര്യം എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടന്നത് എന്നത് ഒന്ന് ചുരുക്കി പറയുമെങ്കിലും ചെയ്യും, അതിനുശേഷമുള്ളത് പറയാൻ വേണ്ടി. പക്ഷെ അത് വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ അത് പറയുന്നില്ല. പറയാതെ തന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായി എന്ന എസംഷൻ വായനക്കാർക്ക് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അവര് ചരിത്ര കുതുകികൾ എന്ന നിലക്ക് കാര്യങ്ങള് വിശകലനം ചെയ്ത് മനസ്സിലാക്കട്ടെ എന്ന വിധത്തിൽ വിട്ടുകളയാണ്. എന്നിട്ട് തുടർന്നുണ്ടായ കാര്യമാണ്, ഫിറഔൻ നൽകിയ മറുപടിയാണ് ഇവിടെ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും ചുമതല ഏൽപ്പിക്കുന്ന കാര്യം തൊട്ട് മുകളിലെ ആയത്തിൽ നമ്മൾ കാണുന്നു. ആ ചുമതല അവര് നിർവഹിച്ച കാര്യം ഇവിടെ പറയുന്നില്ല. പറയാതെ ആ ചുമതല നിർവഹിച്ചതിനെ തുടർന്ന് ഫിറഔൻ നൽകുന്ന പ്രതികരണമാണ് ഇവിടെ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നത്. ഖാല, ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളുടെ തുടക്കം അങ്ങനെയാണ്. ഖാല, ഫറോവ അതിനോട് പ്രതികരണമായിട്ട് ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും നിർവഹിച്ചപ്പോ, ഫറോവയോട് ഇക്കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്,
അലം നുറബ്ബിക ഫീന വലീദം വലബിസ്ത ഫീന മിൻ ഉംരിക സിനീൻ. പഴയകാലം ഓർമ്മിപ്പിക്കുകയാണ് മൂസ അലൈഹി ഇസ്ലാമിന്. അലം നുറബ്ബിക ഫീന വലീദ, നിന്നെ നാം നമ്മുടെ ഒരു ആളായിട്ട്, നമ്മുടെ ഒരു പുത്രനായിട്ട്, നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ട് പോറ്റി വളർത്തിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അലം നുറബ്ബിക ഫീന വലീദ, ഞങ്ങളുടെ ഒരു വലീദായിട്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായിട്ട് ഞങ്ങൾക്കിടയിൽ നിന്നെ നാം നോക്കി വളർത്തുകയുണ്ടായില്ലേ എന്നാണ് ചോദ്യം. മൂസ അലൈഹി ഇസ്ലാമിന്റെ ബാല്യം ചെലവിട്ടത്, ശൈശവം മുതൽ തന്നെ ചെലവിട്ടത് ഫറോവയുടെ കൊട്ടാരത്തിലാണ് എന്നതും അള്ളാഹു അവന്റേതായ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയെ, മൂസ അലൈഹി ഇസ്ലാമിനെ ശൈശവത്തിൽ പരിചരിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഖുർആന്റെ വിവരണത്തിൽ കണ്ടിട്ടുള്ളതാണ്. ആ കാര്യങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുകയാണ് ഫറോവ ഇവിടെ ഈ ആയത്തിൽ. നീ നിന്റെ ബാല്യവും ശൈശവവും ബാല്യവും ഒക്കെ ചെലവിട്ടത് ഇവിടെ അല്ലേ, ഞങ്ങളോടൊപ്പം അല്ലേ, ഞങ്ങളായിരുന്നില്ലേ നിനക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഒരു കുട്ടിയായിട്ട്, ഒരു മകനായിട്ട് ആയിരുന്നില്ലേ നീ കെയർ ചെയ്യപ്പെട്ടിരുന്നത് എന്നതാണ് മൂസ അലൈഹി സ്വലാമിനോട് ഇവിടെ ചോദിക്കുന്നത്. ഫല അലം നുറബ്ബിക ഫീന, നുറബ്ബിക ഫീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയില്, ഞങ്ങളോടൊപ്പം നിന്നെ പോറ്റി വളർത്തിയില്ലേ എന്നാണ്. വലീദ, എങ്ങനെയാണ് ആ പോറ്റി വളർത്തൽ ഉണ്ടായത്? ഒരു മകൻ എന്ന നിലക്ക്, ഒരു പുത്രൻ എന്നുള്ള നിലക്ക്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു വലത് അല്ലെങ്കിൽ ഒരു ആൺതരി എന്ന നിലക്ക് ഞങ്ങളുടെ കുടുംബത്തില് നിന്നെ വേണ്ട പരിചരണങ്ങളൊക്കെ നൽകി പോറ്റി വളർത്തുകയുണ്ടായില്ലേ എന്നതാണ് ചോദ്യം. വലബിസ്ത ഫീന മിൻ ഉംരിക സിനീന, നിന്റെ വയസ്സിൽ, നിന്റെ ആയുഷ്കാലത്തിന്റെ ഏതാനും വർഷങ്ങൾ നീ ഞങ്ങളോടൊപ്പമാണല്ലോ താമസിക്കുകയുണ്ടായിട്ടുള്ളത്. വലബിസ്ത ഫീന, നീ ഞങ്ങളോടൊപ്പം താമസിക്കുകയുണ്ടായി. മിൻ ഉംരിക സിനീൻ, നിന്റെ ആയുസിന്റെ ഗണ്യമായ എണ്ണം വർഷങ്ങൾ. സിനീൻ എന്ന് പറഞ്ഞ വർഷങ്ങൾ എന്നാണ് അർത്ഥം. എത്ര വർഷം എന്ന് അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഏതായാലും വർഷങ്ങൾ തന്നെ, നിന്റെ ആയുസിന്റെ ഭാഗമായിട്ടുള്ള വർഷങ്ങൾ തന്നെ നീ ഞങ്ങളോടൊപ്പമാണല്ലോ താമസിക്കുകയുണ്ടായത്. എന്നിട്ട് തുടർന്ന് പറയുന്നു ഫഅൽത ഫഅലതകല്ലതി ഫഅൽത, എന്നിട്ട് പറയുന്നത് നീ ഒരു കാര്യം ചെയ്തു. ഫഅലതക, നിന്റെ ഒരു പ്രവർത്തനം. അല്ലതി ഫഅൽത, ഏതൊരു കാര്യമാണോ നീ ചെയ്തത് അത് നീ ചെയ്തു. ഇതാണ് ഭാഷാപരമായി വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നീ ഒരു കൊടും പാതകം ചെയ്തു, അല്ലെങ്കിൽ നീ ഒരു കുറ്റവാളിയായി മാറി, നീ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നത് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അത് വളരെ വ്യക്തമായിട്ട് നീ ഒരു കൊലപാതകം ചെയ്തു എന്നൊന്നും പറയുന്നില്ല. അത് പറയുന്നത് പരോക്ഷമായിട്ട്, പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും ഒക്കെ അറിയാം എന്ന നിലക്കും ആ വിഷയം ഇപ്പോ അതിന്റെ ആ ഗൗരവത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്ന നിലക്കൊക്കെയാണ് ഈ സംസാരത്തില് പദങ്ങള് എല്ലാവരും തിരഞ്ഞെടുക്കുക. ആ വിധത്തിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു വിഷയം കെട്ടടങ്ങി പോയതാണ്, അല്ലെങ്കിൽ അത് മൺമൂടിപ്പോയ, മൺമറഞ്ഞു പോയ ഒരു കാര്യമാണ് എങ്കിൽ അത് നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അതിന് വേറൊരു ശൈലിയാണ് നമ്മൾ സ്വീകരിക്കുക. ഇവിടെ രണ്ടാമത്തെ ശൈലി സ്വീകരിച്ചുകൊണ്ട് അറിഞ്ഞവരറിഞ്ഞു, അറിയാത്തവരിനിപ്പോ നമ്മളായിട്ട് പറഞ്ഞ് അറിയണ്ട എന്നുള്ള നിലക്ക് ഒരു ശൈലി എന്ന് വേണമെങ്കിൽ കാണാം അതിന്. ഫഅൽത ഫഅലതകല്ലതി ഫഅൽത, ഇത് നീ ഒരു കാര്യം, നീ ഒരു പ്രവൃത്തി, നീ ഒരു കൃത്യം ചെയ്തു കളഞ്ഞു. എന്ത് പ്രവർത്തനമാണോ നീ ചെയ്തിട്ടുള്ളത് അത് നീ ചെയ്തു കളഞ്ഞു ആ കാലത്ത്, നീ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത്.
വഅൻത മിനൽ കാഫിരീൻ. ആ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും എന്നിട്ട് അതിനുശേഷം ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്ന അവസ്ഥയിൽ നീ ശരിക്കും നന്ദി കെട്ടവൻ തന്നെയാണ് കേട്ടോ എന്നാണ് ഫിറഔൻ മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. വഅൻത മിനൽ കാഫിരീൻ, നീ നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാണ് എന്നാണ്. ഒന്ന്, ഇതിന്റെ സൂചന അങ്ങനെ ഒരു കൊലപാതക കൃത്യം ഉണ്ടായപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ കൈകളാൽ ഒരാള് മരിച്ചു എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോ യഥാർത്ഥത്തില് ഖിബ്തി വിഭാഗത്തിൽപ്പെട്ട ആ മനുഷ്യന്റെ മരണത്തിന് മൂസ അലൈഹി ഇസ്ലാം നൽകിയ പ്രഹരം കാരണമായി എന്നത് തന്നെ ഒരു നന്ദികേടാണ് എന്ന നിലക്കാണ് സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. രണ്ടാമത്, അങ്ങനെ ഒരു നന്ദികേട് ചെയ്തതിന് ശേഷം ഇപ്പോ ഈ വിധത്തിൽ വന്ന് സംസാരിക്കുന്നു എന്നത് വേറൊരു നിലക്കുള്ള നന്ദികേട് കൂടിയാണ്. ഇതാണ് ഫിറഔൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ചരിത്ര പശ്ചാത്തലം എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം ശിശുവായി പിറന്ന ആ കാലത്ത് തന്നെയാണ് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫറോവ അയാൾക്കുണ്ടായ ഒരു ദുസ്വപ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാട്ടില് പിറന്നു വീഴുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറന്നു വീഴുന്ന എല്ലാ ആൺമക്കളെയും കൊന്നൊടുക്കുകയായിരുന്നു. അയാൾ കണ്ട സ്വപ്നത്തില് അയാളുടെ അന്തകനായിട്ട് ബനു ഇസ്രായേൽ കുടുംബത്തിൽ ഒരാള് പിറക്കുന്നു എന്നതാണ് അയാൾക്ക് ജ്യോത്സ്യന്മാര് പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ സ്വപ്ന ദർശനമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അയാൾക്കൊരു തോന്നലുണ്ടാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാള് ബനു ഇസ്രായേൽ സമൂഹത്തില് പിറവിയെടുക്കുന്ന ആ കാലഘട്ടത്തില് പിറന്നു വീഴുന്ന മക്കൾ ആൺമക്കളെയൊക്കെ കൊന്നൊടുക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് അള്ളാഹു ഒരു മറുതന്ത്രം പ്രയോഗിക്കുകയാണ്. ഇങ്ങനെ തനിക്കെതിരെ ഒരു അന്തകൻ ഉയർന്നു വരാൻ ഇടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തിലെ ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺ സന്തതികളെയും കൊന്നൊടുക്കാൻ മുതിർന്ന ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെ അങ്ങനെ ഒരു കുഞ്ഞ് വളരണം എന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അള്ളാഹു ഒരു സ്വപ്നം നൽകിക്കൊണ്ട് സ്വപ്നത്തിലൂടെ മാർഗദർശനം, ഒരു ദൈവിക വെളിപാടായിട്ട് തന്നെ മാർഗദർശനം നൽകിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് നിർദ്ദേശം നൽകുകയാണ്. ഒരു മരപ്പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഞ്ഞിനെ നിക്ഷേപിച്ച് നദിയിൽ ഒഴുക്കാനാണ് നിർദ്ദേശം. അങ്ങനെ ഈ കുഞ്ഞിനും അള്ളാഹുവിനും ഒരേ സമയത്ത് ശത്രുവായ ഒരുവൻ അവനെ അരുവിയിലൂടെ ഒഴുകി വരുന്ന ഘട്ടത്തില് ഏറ്റുവാങ്ങാനും അവനെ സ്വന്തം കൊട്ടാരത്തിൽ തന്നെ വളർത്താനും സാഹചര്യം ഒരുങ്ങുകയാണ്. അങ്ങനെയാണ് ഫിറഔന്റെ കൊട്ടാരത്തിൽ മൂസ അലൈഹി ഇസ്ലാം വളരാൻ ഇടയാവുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനോ കുടുംബത്തിനോ ഒരു കുഞ്ഞിനെ പോറ്റാൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്കോ വാപ്പാക്കോ കുടുംബത്തിലെ മറ്റുള്ളവർക്കോ കഴിയാത്തത് കൊണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലക്ക് ഫിറഔൻ ഏറ്റെടുത്ത ഒരു കാര്യമല്ല ഇത്. ബനു ഇസ്രായേൽ സമൂഹത്തെ അവരില് പിറവിയെടുക്കുന്ന ആൺമക്കളെ ഓരോന്നായിട്ട് തന്റെ ചാരന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് കൊന്നുകളയുകയായിരുന്നു ഫിറഔൻ ആ ഘട്ടത്തില് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ കിരാതമായ പ്രവർത്തനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഇടപെടൽ കാരണമായിട്ട് ഒരു കുഞ്ഞ് രക്ഷപ്പെടുകയും ആ കുഞ്ഞ് ഈ കിരാതകൃത്യം ചെയ്തുകൊണ്ടിരുന്ന ആളുടെ കൊട്ടാരത്തിൽ തന്നെ വളരുകയും ചെയ്യുന്നു എന്നത് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഫറോവ കുഞ്ഞുങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തി എന്നതല്ല സാഹചര്യം. അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനമോ അല്ലെങ്കിൽ ദീനാനുകമ്പയോ മനുഷ്യ സ്നേഹമോ ഒക്കെ കാരണമായിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്തുന്ന ഒരു സൽപ്രവൃത്തി ചെയ്ത ഒരു കാര്യവുമല്ല ഇത്. മറിച്ച്
ബനു ഇസ്രായേൽ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ് ഈജിപ്തിൽ. അവര് അപരവൽക്കരിക്കപ്പെട്ടു. അവരെ രാക്ഷസരായി അല്ലെങ്കിൽ പിശാചുക്കളായിട്ട് അവതരിപ്പിക്കപ്പെടുകയും അവർക്കെതിരിൽ സമൂഹത്തെ ഇളക്കി വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപരവൽക്കരണം വളരെ തകൃതിയായിട്ട് നടക്കുന്നു. അവരെന്ത് ചെയ്താലും അതൊക്കെ ദ്രോഹകരമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. അതൊക്കെ രാജ്യത്തിന് ദ്രോഹമുണ്ടാക്കുന്ന കാര്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് ഒരു ആടിനെ പട്ടിയാണ് എന്നോ പേപ്പട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ പോലെ ഇവിടെ ബനു ഇസ്രായേൽ സമൂഹത്തിന് തൊട്ടതിനും തുണഞ്ഞതിനും ഒക്കെ കുറ്റം ആരോപിച്ച് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയും അവരില് ഒരു ആൺകുഞ്ഞു പോലും ജനിച്ചു വളരാൻ പാടില്ല എന്ന ഒരു ദൃഢനിശ്ചയം കോപ്റ്റിക് വംശത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാണ്. ഫിറോനും അയാളുടെ പ്രവൃത്തികളും ഖിബ്തി വർഗത്തിനെ ഇവർക്കെതിരിൽ തിരിച്ചുവിടുകയും ബനു ഇസ്രായേൽ സമൂഹത്തിന് അവരുടെ നിത്യജീവിതം ദുസ്സഹമായി മാറുകയും ചെയ്തൊരവസ്ഥ. അവരിലെ ആൺമക്കളെ കൊന്നൊടുക്കപ്പെടുകയും പെൺമക്കളെ വളരെ അപമാനിതരാക്കി വിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ സംജാതമാവുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു ഒരു മറുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ശത്രു എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഫിറോവിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്താൻ സാഹചര്യം ഒരുക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായുടെ കണ്ണീര് തീർച്ചയായിട്ടും ഒരു വിഷയമാകുമല്ലോ. ചെറിയ പിഞ്ചു പൈതലിനെ ശൈശവത്തിൽ തന്നെ തന്നിൽ നിന്ന് നടത്തി മാറ്റപ്പെട്ട ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ അവരത് വല്ലാതെ വേദനിപ്പിക്കും. അവർക്ക് അതിന് പരിഹാരമായിട്ട് അവർക്ക് ഈ ഫിറോനും കൂട്ടരും അറിയാതെ തന്നെ ആ മാതാവിനെ, മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായെ, ആ കുഞ്ഞിനെ പരിചരിക്കാനും അതിന് മുലയൂട്ടാനും ഒക്കെ സാഹചര്യം അള്ളാഹു ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് അതിന്റെ സംഭവങ്ങളുടെ മറ്റൊരു വശം. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാം ഫറോവയുടെ കൊട്ടാരത്തിൽ അഭയാർത്ഥിയായി വന്നതൊന്നുമല്ല. നദിയിൽ ഒഴുക്കപ്പെട്ട പെട്ടിയിൽ കാണപ്പെട്ട കുഞ്ഞ്, ആ കുഞ്ഞിനെ ഫറോവയും ഫറോവയുടെ ഭാര്യയും ഏറ്റെടുത്ത് വളർത്തുകയാണ് കൊട്ടാരത്തിൽ. ആരും അവരോട് വന്ന് ആവശ്യപ്പെട്ടതൊന്നുമല്ല. ഒരു ഔദാര്യം എന്നുള്ള നിലക്ക് അവർ ചെയ്ത കാര്യവുമല്ല. ജീവകാരുണ്യ പ്രവർത്തനമോ മനുഷ്യ സ്നേഹപരമായ ഒരു പ്രവർത്തനമോ ആയിട്ടൊന്നും അല്ല അതുണ്ടായിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ ഒരു തന്ത്രം അവരുടെ മനസ്സിൽ പ്രവർത്തിച്ചു. അത് കാരണമായി അവർ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ പ്രേരിതരായി. ഈജിപ്തിൽ ധാരാളം കുഞ്ഞുങ്ങൾ ആ ഘട്ടത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അവരോടൊന്നും കാണിക്കപ്പെടാത്ത ഒരു അനുകമ്പയും ഒരു ആർദ്രതയും ഈ ഒരു ശിശുവിനോട് കാണിക്കാൻ അവർ പ്രേരിതരാവുകയാണ്. അങ്ങനെയാണ് ഫിറോവിന്റെ കൊട്ടാരത്തില് മൂസ അലൈഹി ഇസ്ലാം വളരുന്നത്. അപ്പോ ഈ സംഭവങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഫറോവ ഇവിടെ സംസാരിക്കുന്നത്. അലം നുറബ്ബിക ഫീന വലീദ, നിന്നെ ഞങ്ങളുടെ ഒരു പുത്രൻ എന്നുള്ള നിലക്ക്, ഒരു കുട്ടി എന്നുള്ള നിലക്ക്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി എന്നുള്ള നിലക്ക് പോറ്റി വളർത്തിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതിലെ പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകത കാരണമായിട്ട് ചരിത്ര സംഭവങ്ങളുടെ ചരിത്ര ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മൂസ അലൈഹി ഇസ്ലാമിന്റെ ശൈശവം പിന്നിട്ട ഘട്ടത്തില് ഫറോവയുടെ കൊട്ടാരത്തില് മൂസ അലൈഹി ഇസ്ലാം ശൈശവം പിന്നിടുന്ന കാലത്ത് അധികാരത്തിൽ ഉണ്ടായിരുന്ന ഫറോവ ആയിരുന്നില്ല. മൂസ അലൈഹി ഇസ്ലാം വർഷങ്ങൾക്ക് ശേഷം മദീനിൽ നിന്ന് തിരികെ അള്ളാഹുവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ അധികാരത്തിലുണ്ടായിരുന്നത്. അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ശൈശവത്തിൽ ജീവിച്ചിരുന്ന ഈജിപ്തിലെ ഭരണാധികാരിയായ ഫറോവയുടെ മകൻ
പിന്തുടർച്ചാവകാശിയായി വന്നുകൊണ്ട് അധികാരത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ തിരിച്ചുവരവ് എന്നതാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. വിശുദ്ധ ഖുർആനും അങ്ങനെ ഒരു സൂചന ഈ ആയത്തിൽ നൽകുന്നതായിട്ട് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ഞാൻ നിന്നെ പോറ്റി വളർത്തി എന്ന് പറയുന്നതിന് പകരം നീ ഞങ്ങൾക്കിടയിൽ പോറ്റി വളർത്തപ്പെടുകയുണ്ടായില്ലേ എന്നാണ് പറയുന്നത്. അലം നുറബിക ഫീന വലീദ, നിന്നെ ഞങ്ങൾക്കിടയിൽ ഒരുവനായിട്ട്, ഒരു പുത്രനായിട്ട്, ഒരു മകനായിട്ട് പരിചരിക്കപ്പെട്ടുകൊണ്ട് പോറ്റി വളർത്തപ്പെട്ടില്ലേ എന്നാണ് ചോദ്യം. ഞാൻ നിന്നെ പോറ്റി വളർത്തിയില്ലേ എന്നല്ല ഇവിടെ ഫിറോൻ പറയുന്നത് എന്നത് വിശാലാർത്ഥത്തില് ഫിറോവിന്റെ കുടുംബത്തില് ഈ ബാലനായിരുന്ന കാലത്ത് ഈ ഫിറോവിനും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫിറോവിനും അയാളുടെ വാപ്പയായിരുന്ന ഫിറോവിനും അവരുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് നൽകിയിട്ടുണ്ടായിരുന്ന ആ പരിചരണവും സംരക്ഷണവും ഒക്കെയാണ് സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് മുഫസ്സിറുകളിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ ഖാല അലം നുറബിക ഫീന വലീദം വലബിസ്ത ഫീന മിൻ ഉമരിക സിനീൻ, നീ ബാല്യത്തിൽ ഇവിടെ ഞങ്ങളുടെയൊക്കെ ഇടയില് ഞങ്ങൾ പരിചരിച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ സംരക്ഷണത്തില് നീ വളർത്തപ്പെട്ടില്ലേ, നിന്റെ ആയുസിന്റെ ഒരു ഗണ്യമായ ഭാഗമായ വർഷങ്ങള് നീ ഞങ്ങൾക്കിടയില് താമസിക്കുകയുണ്ടായില്ലേ എന്നതാണ് ഫിറോൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഒരു നന്ദി നീ കാണിക്കുന്നില്ല എന്നതാണ് തുടർന്ന് പറയുന്ന കാര്യം. അതിന്റെ ഇടക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പാതകം, ആ സംഭവം ചരിത്രത്തില് നമുക്ക് കാണാൻ കഴിയും. അത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പരാമർശങ്ങൾ നേരത്തെയും നടത്തിയിട്ടുണ്ട്. ഇവിടെ വ്യംഗ്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ഖസസിലും സൂറത്ത് ത്വാഹയിലും ഇതിന്റെ മറ്റു തലങ്ങൾ പറയുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം യുവാവായി വളർന്നു വന്ന ഘട്ടത്തില് ഒരിക്കല് രണ്ടാളുകൾ തമ്മിൽ അടിപിടി കൂടുന്നതാണ് കാണുന്നത്. ഖിബ്തി വർഗത്തിൽപ്പെട്ട ഒരാളും ബനു ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട ഒരാളും. ആ ഏറ്റുമുട്ടലില് ബനു ഇസ്രായേൽ വംശത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ വംശത്തിൽപ്പെട്ട ഒരാളെ ഖിബ്തി വർഗത്തിൽപ്പെട്ട ആള് ഭീകരമായ വിധത്തിൽ മർദ്ദിക്കുന്നത് കാണാൻ ഇടയായപ്പോ, അയാള് അമിതമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോ അയാള് സഹായാഭ്യർത്ഥന കൂടി നടത്തുകയും ചെയ്യുകയുണ്ടായപ്പോ മൂസ അലൈഹി ഇസ്ലാം അതിനെ തടയുന്ന വിധത്തില് സ്വന്തം വംശത്തിൽപ്പെട്ട ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാളെ പ്രതിരോധിക്കാൻ വേണ്ടി കൈ ഉയർത്തി. നല്ല ശാരീരിക ശേഷി ഉണ്ടായിരുന്ന, കായികമായ നല്ല കരുത്തുണ്ടായിരുന്ന ഒരാളാണ് മൂസ അലൈഹി ഇസ്ലാം. അത് വേറെയും സൂചനകൾ ഖുർആൻ നൽകുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ഒന്ന് കൈവച്ചേ ഉള്ളൂ, മർമ്മത്തിലോ മറ്റോ തട്ടി കാണണം. ഖിബ്തി വർഗക്കാരൻ അവിടെ ബോധം കെട്ടു വീണു, അയാൾ മരിച്ചുപോയി. അങ്ങനെ ഒരാളെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതോ അതിനു വേണ്ട ആയുധങ്ങളുമായിട്ട് വന്നതോ അയാൾ മരിക്കണം എന്നുള്ള നിലക്ക് അയാളെ ഇടിച്ചിട്ടതോ ഒന്നുമല്ല. അത് സംഭവവശാൽ ആ മർദ്ദിതനായ ആളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മൂസ അലൈഹി സ്വലാം ഇടപെട്ടു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ആ ഇടിയേറ്റ എതിർകക്ഷി ഖിബ്തി വംശത്തിൽപ്പെട്ട ആള് മരിച്ചു വീണു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കയ്യാൽ ഒരാൾ മരിച്ചു. ഉദ്ദേശപൂർവ്വം കൊന്നതല്ല എന്നത് ആ സംഭവങ്ങളുടെ വിവരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആയുധങ്ങളുമായിട്ട് വന്നതൊന്നുമല്ല. അപ്പോ ആ സന്ദർഭത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഇടപെടൽ കാരണമായി മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രഹരമേറ്റ് അയാൾ മരിച്ചുപോയി എന്നതാണ് സംഭവം. അപ്പോ സ്വാഭാവികമായിട്ടും അതിന് തുടർ നടപടികൾ ഉണ്ടാവും എന്ന് വരുമ്പോ മൂസ അലൈഹി ഇസ്ലാം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊരവസ്ഥ കാരണമായി ആ ഭയത്തോടു കൂടിയാണ് മൂസ അലൈഹി ഇസ്ലാം നാടുവിട്ടു പോകുന്നത്. പിന്നീട് തിരിച്ചു വരുന്ന ഘട്ടമാണ് ഈ സംഭാഷണം നടക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്.
ഫഅൽത ഫഅലതകല്ലതി ഫഅൽത, നീ ഒരു കൃത്യം ചെയ്തു കളഞ്ഞു. നീ ചെയ്ത കൃത്യം എന്താണെന്നുള്ളത് നിനക്ക് അറിയാലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നതാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശൈലി. വഅൻത മിനൽ കാഫിരീൻ, നീ വളരെ നന്ദി കെട്ടവൻ തന്നെയാണ് എന്നാണ് തുടർന്ന് ഈ ഫറോവ മൂസ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ പറയുന്നത്. അപ്പൊ ഇതിന് പ്രതികരണമായിട്ട് മൂസ അലൈഹി ഇസ്ലാം ഫറോവയോട് പറയുന്ന കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നത്. ഖാല, മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഫഅൽതുഹ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി. ഇദം വ അന മിനൽ-ളാലിൻ, വെളിവില്ലാത്ത, വിവേകമില്ലാതിരുന്ന, ബുദ്ധിയും വിവരവും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത് എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഖാല ഫഅൽതുഹ ഇദൻ വ അന മിനൽ-ളാലിൻ, ഞാൻ ളാലുകളിൽ പെട്ടവനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിഴച്ചവൻ എന്നതാണ്, വഴി പിഴച്ചവൻ എന്നൊക്കെയാണ് നമ്മള് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ കാണുന്ന പ്രയോഗമാണത്. വലല്ലാലീൻ എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ കാണുന്നുണ്ട്. അപ്പോ ഞാൻ ളാലുകളിൽപ്പെട്ട, വഴി പിഴച്ചവരിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ വേണ്ട കാര്യബോധം ഇല്ലാതിരുന്ന, തലക്ക് വെളിവുണ്ടായിരുന്നില്ലാത്ത, അറിവും വിവരവും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത് എനിക്ക് അങ്ങനെ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. അത് നിഷേധിക്കുന്നൊന്നുമില്ല. മൂസ അലൈഹി ഇസ്ലാം ഞാനല്ല ചെയ്തതെന്നോ ഞാൻ കാരണമായിട്ടല്ല അയാൾ മരിച്ചത് എന്നൊന്നും പറയുന്നില്ല. എനിക്കൊരു തെറ്റ് പറ്റിയത്, അത് തെറ്റ് തന്നെയായിരുന്നു. കാരണം ഞാൻ അന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാണ്ട് ഇടപെടുകയാണ് ഉണ്ടായത്. വസ്തുതകളെ ഉൾക്കൊള്ളാതെ, യാഥാർത്ഥ്യബോധമില്ലാത്ത വിധത്തില് ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചത് കാരണമായിട്ടാണ് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത്. അത് ഉണ്ടായിപ്പോയി, ഉണ്ടായത് തന്നെയാണ്, സംഭവമൊക്കെ ശരിയാണ്. ഞാനത് ഉദ്ദേശപൂർവം ചെയ്തതല്ല, ചെയ്ത കാര്യവും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ആ ചെയ്തത് ഒരു ലലാലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെയ്ത്ത് മാത്രമായിരുന്നു എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഖാല ഫഅൽതുഹ ഇദൻ വ അന മിനൽ-ളാലിൻ, അന്ന് ഞാനത് ചെയ്തു പോയത് ഞാൻ തന്നെ വേണ്ട വകതിരിവില്ലാത്ത, കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ബോധമില്ലാത്ത, അറിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത, സന്മാർഗ ബോധമില്ലാത്ത ഒരു ഘട്ടത്തിലാണ്. എന്താണ് ചെയ്യുന്നത് എന്നത് ചെയ്യുന്നതിന്റെ മുമ്പ് ആലോചിക്കുന്ന ഒരു വളർച്ചയോ ഒരു അറിവോ തിരിച്ചറിവോ ഒന്നും എനിക്ക് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചതാണത്. ഫറർതു മിൻകും, അതിനെ തുടർന്നാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ നാട് വിട്ട് ഓടിപ്പോയി കളഞ്ഞത്. ലമ്മാ ഖിഫ്തുക്കും, എനിക്ക് നിങ്ങളെ ഭയമായിരുന്നു. ഞാന് നിങ്ങൾ എനിക്കെതിരെ നടപടികൾ സ്വീകരിക്കും എന്ന ഒരു ഭീതി കാരണമായിട്ട് ഞാൻ നിങ്ങളെയൊക്കെ വിട്ടേച്ച് പൊയ്ക്കളയുകയാണ് ഉണ്ടായത്. ഫവഹബലി റബ്ബി ഹുക്മ, അതിനുശേഷമാണ്, അതിനെ തുടർന്നാണ് എനിക്ക് എന്റെ റബ്ബ് ഹിക്മത്ത് അഥവാ തിരിച്ചറിവ് നൽകുകയുണ്ടായത്. ഫവഹബലി റബ്ബി, അതിനെ തുടർന്ന് എനിക്ക് എന്റെ റബ്ബ് നൽകി ഹുക്മം വജഅലനി മിനൽ മുർസലീൻ, എനിക്ക് തിരിച്ചറിവ് നൽകി, പ്രായോഗിക ജ്ഞാനം നൽകി, ശരി തെറ്റുകളെ കുറിച്ചുള്ള ഒരു ബോധം നൽകി, എന്നെ അവന്റെ ദൂതന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അപ്പൊ എന്റെ ശൈശവം പിന്നിട്ട്, ബാല്യം പിന്നിട്ട ഘട്ടത്തില്, ഒരു യുവാവായി മാറിക്കൊണ്ടിരുന്ന ഘട്ടത്തില് ഞാന് അന്നേരത്തെ ചോരത്തിളപ്പിന് ഒരു ഇടപെടലൊക്കെ നടത്തിപ്പോയി. അത് അവിവേകമാണ്, ബുദ്ധിശൂന്യതയാണ്, അറിവില്ലായ്മയാണ്, ദിശാബോധമില്ലായ്കയോ കാര്യങ്ങളെ വേർതിരിവോടുകൂടി മനസ്സിലാക്കാൻ കഴിയായികയോ ഒക്കെ കാരണമായിട്ട് ഉണ്ടായ ഒരു പാതകമാണ്. ഞാൻ അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല, അതിനെ ചെറുതായിട്ട് കാണുന്നുമില്ല. നിങ്ങൾ എന്നെ അതിന്റെ പേരിൽ ശിക്ഷിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കളയുകയാണ് ഉണ്ടായത്. ഫറർത്തു, ഞാൻ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഫറർത്തു മിൻകും, നിങ്ങളുടെയൊക്കെ പരിസരത്തു നിന്ന് ഞാൻ ഓടിപ്പോയി. ലമ്മാ ഖിഫ്തുക്കും, ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഭയന്നത് കാരണമായി. പിന്നീട് അതിനെ തുടർന്ന് ഫവഹബലി റബ്ബി, എനിക്ക് എന്റെ നാഥൻ ഹുക്മ നൽകി.
ഹുക്മ് നൽകി എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് നൽകി, കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കി തന്നു, ജ്ഞാനം നൽകി, പ്രായോഗിക ബോധം നൽകി. ഇതൊക്കെ അതിൽ പെടും. വജഅലനി മിനൽ മുർസലീൻ, അവൻ എന്നെ അവന്റെ ദൂതന്മാരിൽ ഒരാളായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ അതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. അപ്പൊ ഞാന് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയായി മാറിയ ഘട്ടത്തില് എനിക്ക് വകതിരിവുണ്ടായിരുന്നില്ല, കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുന്ന ഒരു ബോധം ഉണ്ടായിരുന്നില്ല, ദിശാബോധം ഉണ്ടായിരുന്നില്ല, ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ജ്ഞാനത്തിന്റെ അടിത്തറ എനിക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അള്ളാഹുവിന്റെ ദൂതനും ആയിരുന്നില്ല. പിന്നീടാണ് അതൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ പിന്നീട് എനിക്ക് എന്റെ റബ്ബ് നൽകുകയായിരുന്നു. തിൽക്ക നിഅമത്തുൻ തമുന്നുഹ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായീൽ. പിന്നെ നീ സൂചിപ്പിച്ച ചില അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചില ഔദാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നു എന്ന് പറയുന്ന ചില ഔദാര്യങ്ങൾ. ഒന്ന്, നിന്റെ കൊട്ടാരത്തിൽ, നിങ്ങളുടെ കൊട്ടാരത്തിൽ നിങ്ങളോടൊപ്പം എന്നെ ഒരു മകനായി വളർത്തി, ഒറ്റി വളർത്തി. നിങ്ങളുടെ കൊട്ടാരത്തിൽ എന്നെ താമസിക്കാൻ സമ്മതിച്ചു, എന്നെ താമസിപ്പിച്ചു. കുറെ വർഷങ്ങള് നിങ്ങളോടൊപ്പം താമസിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നു. ഇതൊക്കെയാണല്ലോ നീ എടുത്തു പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ നിഅമത്തുകളെ കുറിച്ചും പറയാനുണ്ട്. തിൽക്ക നിഅമത്തുൻ, ഈ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, നീ ചെയ്തു തന്നിട്ടുള്ള ഔദാര്യം, തമുന്നുഹ അലയ്യ, എന്റെ മേൽ നീ ചെയ്തു തന്നിട്ടുള്ള ഈ ഔദാര്യം, ഈ അനുഗ്രഹങ്ങൾ. നീ ഇപ്പൊ പറഞ്ഞല്ലോ നന്ദി കെട്ടവനാണെന്നൊക്കെ. അപ്പൊ നന്ദി കാണിക്കാൻ എന്റെ മേലൊരു ബാധ്യത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്ത കാര്യങ്ങളുടെ വസ്തുത എന്താണ്, എങ്ങനെയാണ് അത് വന്നത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ചാണ്. അത് അൻ അബ്ബത്ത ബനി ഇസ്രായീൽ, നീ ബനു ഇസ്രായേൽ സമൂഹത്തെ അടിമകളാക്കി വെച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. നീ ബനു ഇസ്രായേൽ സമൂഹത്തെ അടിമകളാക്കി വെച്ചല്ലോ. മാത്രവുമല്ല, അവരിലെ ആൺമക്കളെ കൊന്നൊടുക്കാനും പെൺമക്കളെ അപമാനിതരായി ജീവിക്കാൻ വിടുവാനും ഒക്കെയാണല്ലോ അവരെ നീ ആ വിധത്തില് നിയന്ത്രിച്ച് നിർത്തിയിരുന്നത്. അങ്ങനെയാണ്, അത് കാരണമായിട്ടാണ് യഥാർത്ഥത്തിൽ നിന്റെ ഔദാര്യം പറ്റേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി വന്നിട്ടുള്ളത്. അതല്ലാതെ ഞാനോ എന്റെ ഉമ്മയോ എന്റെ വാപ്പയോ ഒന്നും ഈ ഒരു അനാഥ കുട്ടിയെ നിങ്ങളൊന്ന് ഏറ്റെടുത്ത് വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നതായിരുന്നില്ല. നീ സൃഷ്ടിച്ച അരാജകത്വം, നീ സൃഷ്ടിച്ച അടിമത്തത്തിന്റെ അവസ്ഥ, ഞങ്ങൾക്ക് നീ സൃഷ്ടിച്ച പീഡനങ്ങള്, ഇതൊക്കെ കാരണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ നിന്റെ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടതും നിന്റെ സംരക്ഷണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നതും നിന്റെ കൊട്ടാരത്തില് വർഷങ്ങൾ തന്നെ താമസിക്കേണ്ടി വന്നതും ഒക്കെ. എന്റെ ഉമ്മാക്കും ബാപ്പാക്കും എന്നെ പോറ്റി വളർത്താൻ കഴിയാത്തത് കൊണ്ട് നിന്നെ ഏൽപ്പിച്ചതല്ല, ഞാൻ അനാഥനായതുകൊണ്ട് നീ ഏറ്റെടുത്തതല്ല, ജീവകാരുണ്യ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നീ ഏറ്റെടുത്തതുമല്ല. നീ നാട്ടിൽ അഴിച്ചുവിട്ട അതിഭീകരമായ ക്രൂരതകൾ കാരണമായിട്ട് ഞാൻ നിന്റെ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടതാണ്. വ്യക്തമായി പറഞ്ഞാൽ ബനു ഇസ്രായേൽ മക്കൾ, ഇസ്രായേലിന്റെ മക്കളെ നീ അടിമകളാക്കി വെച്ചതിന്റെ ഫലമായിട്ട് മാത്രമാണ് നീ എനിക്ക് ചെയ്തു തന്ന ഔദാര്യങ്ങൾ അത്രയും ചെയ്തു തരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന പല യൂറോപ്യൻ ഏജൻസീസും ഉണ്ട്. അപ്പൊ ഈ യൂറോപ്യൻ ഏജൻസീസിനോട്, അമേരിക്കൻ അതുപോലെ യൂറോപ്യൻ ഏജൻസീസിനോട് ആഫ്രിക്കയുടെ മക്കൾക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഒരു കാര്യമാണ്. ഞങ്ങളെ നിങ്ങൾ ജീവകാരുണ്യപരമായ വിധത്തിൽ സഹായിക്കുകയും ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുതരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ വേണ്ടി വന്നത് നീ ഞങ്ങളെ അടിമകളാക്കിയത് കൊണ്ടാണ്.
നീ ഞങ്ങളുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്ത് ഇവിടുന്ന് കട്ടുകൊണ്ടുപോയത് കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ചുറ്റുപാടുമായി പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചിരുന്ന വിഭവങ്ങളെ നീ ഞങ്ങളുടെ ഒന്നും അനുവാദമില്ലാതെ ഞങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ദാരിദ്ര്യത്തിന്റെ കയത്തിലേക്ക് ചെന്ന് ചാടിയിട്ടുള്ളത്. അതുകൊണ്ടാണ്, ആ ഒരു കാരണത്താലാണ് നിങ്ങളിപ്പോ ഇവിടെ വരേണ്ടി വന്നിരിക്കുന്നത്. ഇതാണ് വസ്തുത. മൂസ അലൈഹി ഇസ്ലാം ഇവിടെ ഫറോവയോട് പറയുന്ന കാര്യത്തിനും അങ്ങനെ ഒരു സ്വരം നമ്മൾ കാണുകയാണ്. ഇവിടെ വതിൽക നിഅമത്തുൻ തമുന്നുഹാ അലയ്യ, നീ എന്റെ മേൽ ചൊരിഞ്ഞു തന്നിട്ടുള്ള ഈ ഔദാര്യങ്ങൾ ഉണ്ടല്ലോ, ഞാൻ നന്ദി കാണിക്കുന്നില്ല എന്ന വിധത്തിൽ നീ ഇപ്പോ പറഞ്ഞിട്ടുള്ള, നീ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന എന്നോട് കാണിച്ച ഔദാര്യങ്ങൾ, അതൊക്കെയും വേണ്ടി വന്നത് അൻഅബ്ബത്ത ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ അടിമകളാക്കി എന്ന വില കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ചെറിയ വിലയൊന്നും അല്ല കൊടുത്തിട്ടുള്ളത് അതിന്. നീ ഞങ്ങൾക്ക് പാലും ബിസ്ക്കറ്റും പഴമൊക്കെ തന്നിട്ടുണ്ടാവും കുട്ടിക്കാലത്ത്. പക്ഷെ അതിന് പകരമായി നീ വാങ്ങിയ വിലയോ ഞങ്ങളുടെ വംശത്തിനെ മൊത്തം അടിമകളാക്കി മാറ്റി എന്നതായിരുന്നില്ലേ? ഞങ്ങളെ ബനൂ ഇസ്രായേൽ സമൂഹത്തെ മൊത്തമായിട്ടും അടിമകളാക്കി നിർത്തി എന്ന ഒരു വില വാങ്ങിക്കൊണ്ടാണ് നീ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് തുണ്ടുകളും അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ തന്നുകൊണ്ട് ഞങ്ങളെ, അല്ലെങ്കിൽ എന്നെ ഇവിടെ പോറ്റി വളർത്തുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ ചെറിയ വിലയൊന്നും അല്ല നീ അതിന് ഈടാക്കിയിട്ടുള്ളത്. ബനൂ ഇസ്രായേലിന്റെ കർമ്മശേഷിയും അവരുടെ വരുമാന മാർഗങ്ങളും അവരുടെ സ്വാസ്ഥ്യവും ഒക്കെ കെടുത്തിക്കൊണ്ടാണ്, നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്, അത് പിടിച്ചെടുത്തുകൊണ്ടാണ് നീ വലിയ ഔദാര്യം എന്നുള്ള നിലക്ക് എന്നെ ഇവിടെ നിന്റെ കൊട്ടാരത്തിൽ വളരാൻ സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്നതാണ് പരോക്ഷമായിട്ടൊരു ചോദ്യമായിട്ട് മൂസ അലൈഹി ഇസ്ലാം ഉന്നയിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായെയും വാപ്പായെയും ഒക്കെ മകനെ ഒരു പെട്ടി ഉണ്ടാക്കി പുഴയിൽ ഒഴുക്കാൻ നിർബന്ധിതരാക്കിയിട്ട് അപ്പുറത്തുനിന്ന് ആ പെട്ടിയിൽ ഒഴുകി വന്ന കുഞ്ഞിനെ ഏറ്റുവാങ്ങി സംരക്ഷിച്ചു എന്നൊരു കാര്യമാണ് വലിയ ഔദാര്യമോ നന്മയോ ഒക്കെ ആയിട്ട് ഫറവോ ഉദ്ധരിക്കുന്നതെങ്കിൽ, മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നത് അതിന് വിലയായിട്ട് ഞാനും എന്റെ വംശവും നൽകിയിട്ടുള്ളത് അവരുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. അൻഅബ്ബത്ത ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ നീ അടിമയാക്കി വെച്ചതിന്റെ ഒരു പേരിലുള്ള ഒരു ഔദാര്യം മാത്രമാണത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.